ശിവരാത്രി ദിനത്തിൽ പരമേശ്വരനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തു കാരണം, എന്തുകൊണ്ട് ശിവരാത്രിക്ക് പൂജിക്കുന്നു, എങ്ങനെ ആ ശിവരാത്രി എന്ന ഒരു ഉത്സവം കൊണ്ടാടാനിടയായി, ഇതൊക്കെ ചോദിക്കുന്ന വേളയിലാണ് പണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന പഞ്ചകർമ്മങ്ങളാണ് ശിവപുരാണ പ്രകാരം. മറ്റു പുരാണങ്ങളിലൊക്കെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 എണ്ണമേ ഉള്ളൂ. ശിവപുരാണത്തിൽ പറയുന്നത് തിരോധാനം, അനുഗ്രഹം എന്നുകൂടിയുണ്ട്. മറയ്ക്കുന്നതും അനുഗ്രഹിക്കുന്നതും. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മോക്ഷത്തെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പരമേശ്വരൻ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ സദാശിവരൂപിയായുള്ള ഭഗവാൻ പരമേശ്വരൻ്റെ ആരാധനാ സമ്പ്രദായമാണ് ശിവരാത്രി എന്ന് പറയപ്പെടുന്നത്. അതിൽ ഈ ശിവരാത്രി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, സൃഷ്ടി കർമ്മം നിർവഹിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവും പാലനകർമ്മം നിർവഹിക്കുന്നതായിട്ടുള്ള വിഷ്ണുവും ഇവർ രണ്ടുപേരും ഒരിക്കൽ കണ്ടുമുട്ടാനിടയായി. അതിൽ ബ്രഹ്മാവ് താനാണ് കേമൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആ സമയത്ത് വിഷ്ണു അനന്തശയനത്തിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള ആ വിഷ്ണുവിനെ തന്നെ നമസ്കരിക്കൂ, നീ എൻ്റെ ഉണ്ണിയാണോ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി ബ്രഹ്മാവ് സംസാരിച്ചു. വേഗം വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുകയാണ്, നീ എൻ്റെ നാഭികമലത്തിൽ നിന്ന് ഉണ്ടായവനാണ്, യഥാർത്ഥത്തിൽ നീയാണ് എൻ്റെ കുട്ടി, അത് അറിയാതെ എന്നെ ഉണ്ണി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പറഞ്ഞു. എപ്പോഴും ഒരു വഴക്ക് എന്ന് പറഞ്ഞാൽ അത് ആദ്യം വാക്കുകൊണ്ടാണ് തുടങ്ങുക. അങ്ങനെ വാക്കുകൊണ്ടുള്ള യുദ്ധമാണ് സംഭവിച്ചത്. അവസാനം ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. ഇവരുടേതായിട്ടുള്ള യുദ്ധം ഒരു കൗതുകമുണർത്തി. സകല ദേവന്മാരും അത് കാണാൻ എത്തിച്ചേർന്നു. ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരേ സമയത്ത് ഇവർ ലോകങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കെൽപ്പുള്ളതായിട്ടുള്ള പാശുപതാസ്ത്രം, മാഹേശ്വരാസ്ത്രം എന്നിങ്ങനെ ഓരോരോ മഹാസ്ത്രങ്ങളെയും പ്രയോഗം ചെയ്യാം എന്നൊക്കെ സങ്കല്പിച്ച് തുടങ്ങിയപ്പോൾ ദേവന്മാർ വേറെ ഗത്യന്തരമില്ലാതെ കൈലാസവാസിയായ പരമേശ്വരനെ ആശ്രയിച്ചു. ആ കൈലാസത്തിൽ ചെന്ന് ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചതോടുകൂടി ഭഗവാൻ ദേവന്മാരെയെല്ലാം ആശ്വസിപ്പിച്ചു. ഈ ബ്രഹ്മാവും അതേപോലെ വിഷ്ണുവും യുദ്ധം ചെയ്യുന്നതായ ആ ദിക്കിലേക്ക് എഴുന്നള്ളി അവിടെ അഗ്നിസ്തംഭ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി. ഈ അഗ്നിസ്തംഭ രൂപത്തിൽ പ്രത്യക്ഷനായതോടുകൂടി വിഷ്ണുവിനും ബ്രഹ്മാവിനും ഇത് കണ്ടപാടെ അത്ഭുതം. ഇതെന്താണ്, എവിടെ നിന്നാണ് വന്നത്, ഒന്നും അറിഞ്ഞില്ല. അവസാനം അവർ തമ്മിൽ യുദ്ധം നിർത്തി. പിന്നെ അവർ നമ്മളെക്കാളും ഏതോ കേമമായൊരു ശക്തിയാണിത് മുമ്പിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ശിരസ് ഞാൻ കണ്ടെത്തും എന്ന് ബ്രഹ്മാവ് ഹംസപക്ഷിയായിട്ട് പറന്നുപോയി. ഇതിൻ്റെ അടിത്തട്ട് ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ് പന്നിയുടെ രൂപത്തിൽ വിഷ്ണുവും പോയി. ഇങ്ങനെ ഒരേ സമയം ഇവർ രണ്ടുപേരും അതാത് സ്ഥാനങ്ങളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കോടാനുകോടി വർഷങ്ങളായിട്ടും പരമേശ്വരൻ്റെ ശിരസ്സിനെയോ അതേപോലെ പരമേശ്വരൻ്റെ മൂലത്തെയോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. വിഷ്ണു ഭഗവാൻ തിരിച്ചു വന്നു. പൂർവ്വസ്ഥാനത്തിൽ തല കുനിച്ച് നിൽക്കുകയാണ്. എന്നാൽ ബ്രഹ്മാവാണെങ്കിലോ അനവധി ദൂരം മുകളിലേക്ക് ചെന്ന വേളയിൽ ഇനി തനിക്ക് പറക്കാൻ ശക്തിയില്ല എന്നുള്ള നിലയായി. അപ്പോഴാണ് ഒരു കൈതപ്പൂവ് ആകാശത്തിൽ നിന്ന് താഴോട്ട് പതിക്കുന്നതായിട്ട് കണ്ടത്. നീ ആരാണ്, എവിടെ നിന്നാണ് വരണത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കൈതപ്പൂ പറഞ്ഞു, ഞാൻ ശിവൻ്റെ ശിരസിൽ നിന്നാണ് വീണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ശിവൻ്റെ ശിരസ് കാണാൻ എത്രത്തോളം പോകണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പുറപ്പെട്ടിട്ട് വർഷങ്ങളായി എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇനി അതിന് തനിക്ക് ശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രഹ്മാവ് നാരായണൻ്റെ മുമ്പിൽ വന്ന് താൻ ഈ ശിവൻ്റെ ശിരസ് കാണാതെ പിന്തിരിഞ്ഞാണ് ചെല്ലണത് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനകരം, തോൽവി സമ്മതിച്ചതായിട്ടാവും. ഒരിക്കലും തോൽവി സമ്മതിക്കാൻ ബ്രഹ്മാവ് തയ്യാറല്ല. അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് കൈതപ്പൂവിനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. താൻ പരമേശ്വരൻ്റെ ശിരസ് കണ്ടെത്തിയിരിക്കുന്നു. ആ വിഷ്ണുവിൻ്റെ മുമ്പിൽ അത് ചെന്ന് പറയും. എന്തെങ്കിലും കാരണവശാൽ ആ വിഷ്ണു വീണ്ടും ചോദിച്ചാൽ, അവിടെ സാക്ഷിയുണ്ടോ ചോദിച്ചാൽ സാക്ഷി പറയണം, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കൈതപ്പൂവ് സമ്മതിച്ചു കള്ളസാക്ഷി പറയാൻ. ആ പൂർവ്വസ്ഥാനത്തിലേക്ക് ബ്രഹ്മാവ് വന്നു ചേർന്നു. തല കുനിച്ച് നിൽക്കുന്ന വിഷ്ണു തോൽവി സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് പരമേശ്വരൻ്റേതായ ശിരസ് താൻ കണ്ടെത്തിയിരിക്കുന്നു, ഈ കൈതപ്പൂവാണ് സാക്ഷി എന്ന് പറയുകയുണ്ടായി. അത് കണ്ടതോടുകൂടി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുമ്പിൽ പെട്ടെന്ന് തന്നെ മഹാദേവൻ അഗ്നിസ്തംഭത്തിൽ നിന്ന് ഒരു സാകാരമായ രൂപം സ്വീകരിച്ചുകൊണ്ട് ആവിർഭവിച്ചു. അങ്ങനെയുള്ള ആ പരമേശ്വരൻ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു. തനിക്ക് തുല്യമായിട്ട് ലോകത്തിലെ വിഷ്ണുവിന് എല്ലാ ഉത്സവങ്ങളും പൂജാദികളും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. കാരണം സത്യം പറഞ്ഞില്ലേ, ഏതൊരു പ്രതിസന്ധി ഉണ്ടായ വേളയിലും
സത്യം മാത്രം പിൻപറ്റിയതായിട്ടുള്ള വിഷ്ണുവിനെ അനുഗ്രഹിച്ചത് ഈ ഒരു കഥയിലൂടെ കാണാം. എന്നാൽ നുണ പറഞ്ഞതായിട്ടുള്ള ബ്രഹ്മാവിന് ആദിയിൽ 5 തലയായിരുന്നു അത്ര ഉണ്ടായിരുന്നത്. 5 തലയുള്ളതിൽ ആ നുണ പറഞ്ഞതായിട്ടുള്ള മധ്യമ തലയെ ഭഗവാൻ നുള്ളിയെടുത്തു തൻ്റെ നഖം കൊണ്ട് എന്നാണ് പറയുന്നത്. കളവ് പറഞ്ഞതുകൊണ്ട് ആ തലയെ നുള്ളിയെടുത്തു. അതോടുകൂടി ബ്രഹ്മാവ് ചതുർമുഖനായി എന്ന് പറയാറുണ്ട്. ഈ ബ്രഹ്മാവ് വേഗം അവിടെ അങ്ങോട്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. രണ്ടുപേരും അങ്ങോട്ട് ക്ഷമാപണം ചെയ്തു, ബ്രഹ്മാവും കൈതപ്പൂവും. കൈതപ്പൂവിനെയും ഭഗവാൻ ശിക്ഷിക്കുകയാണ്, ശപിക്കുകയാണ്. കൈതപ്പൂവിന് ശാപം കൊടുത്തു. എന്നിട്ടോ ശിവപൂജയിൽ അങ്ങേയറ്റം പ്രിയമായിട്ട് ഭഗവാൻ പരമേശ്വരന് അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പൂവാണ് കൈതപ്പൂവ്. ആ കൈതപ്പൂവിനെ ഇനി ഒരിക്കലും താൻ ധരിക്കില്ല എന്ന് ശപിച്ചു. അതോടുകൂടി കൈതപ്പൂവിനും വളരെയധികം പശ്ചാത്താപം തോന്നി. ബ്രഹ്മാവും കൈതപ്പൂവും ഭഗവാന്റെ കാൽക്കൽ വീണു. അങ്ങേ ഭജിച്ചതായിട്ടുള്ള ഒരു ഭക്തന് ഒരിക്കലും അധപ്പതനമില്ല എന്നല്ലേ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മാവ് ആശ്രയിച്ചപ്പോഴാണ് ആ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുന്നു. പൊതുവേ ബ്രഹ്മാവിന് ലോകത്തിൽ പൂജയില്ല, ക്ഷേത്രങ്ങളില്ല എന്നാണ് വയ്പ്. ചില ദുർലഭം 1-2 ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ കാണാനുമുണ്ട്. എന്നാൽ അവിടെ വിശേഷിച്ച് മറ്റ് ദേവന്മാർക്കൊക്കെ നടക്കുന്നത് പോലെ ആരാധനാ സമ്പ്രദായമില്ല. പരമേശ്വരൻ ക്ഷമാപണം ചെയ്ത് ആ ബ്രഹ്മാവിൻ്റേതായ പാപത്തെ അല്ലെങ്കിൽ ആ പശ്ചാത്താപത്തെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുകയാണ്. ഇനി എവിടെ എന്ത് ഉത്സവാദികൾ യജ്ഞങ്ങൾ നടന്നാലും അതിലെല്ലാം ബ്രഹ്മാവിനായിരിക്കും ആദ്യ സ്ഥാനം. ബ്രഹ്മാവില്ലാതെ ഒരു യജ്ഞവും നടക്കില്ല എന്ന് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഉത്സവാദികളിലൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ബ്രഹ്മാവാണ് ആ ഉത്സവം നേരിട്ട് നിന്ന് നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു. അതേ സ്ഥാനത്ത് കൈതപ്പൂവ് വീണ്ടും ആശ്രയിച്ച വേളയിൽ കൈതപ്പൂവിന് ഭഗവാൻ ശാപമോക്ഷം കൊടുത്ത ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ഭാഗത്ത് തിരുവുത്തരകോശമങ്കൈ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. അവിടെയാണ് കൈതപ്പൂവ് വർഷക്കണക്കിന് തപസ് ചെയ്ത് തൻ്റേതായിട്ടുള്ള പാപത്തെ പോക്കിയത് എന്ന് പറയാറുണ്ട്. ശിവൻ പറഞ്ഞു, ഇനി ഞാൻ ധരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റവുമില്ല, എന്നാൽ എൻ്റെ ഭക്തന്മാർ നിന്നെ ധരിക്കും, അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും എന്ന് കൈതപ്പൂവിനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചതിന് ശേഷം കൈതപ്പൂവ് പറന്നുപോയി. അതേ സ്ഥാനത്ത് ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാന്റെ കാൽക്കൽ വീണ് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഭഗവാൻ പരമേശ്വരനെ സന്തോഷിപ്പിക്കാൻ ഉതകുന്നതായ പുണ്യവേള ഏതൊക്കെയാണ്, ഭഗവാന്റെ പൂജ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് പരമേശ്വരൻ്റേതായ വാക്കുകളിലൂടെ അനേകം ദേവതാ ആരാധനകളെയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അതിൽ അഗ്നിസ്തംഭ രൂപത്തിൽ ഭഗവാൻ ആവിർഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പുണ്യകാലം ശരിക്കും പറഞ്ഞാൽ അതാണ് തിരുവാതിര എന്ന് കൊണ്ടാടുന്നത്. ധനുമാസത്തിൽ കൊണ്ടാടുന്ന തിരുവാതിരയാണ് ഭഗവാൻ അഗ്നിസ്തംഭ രൂപത്തിൽ ആവിർഭവിച്ച നാൾ. ആ ആവിർഭവിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലുള്ള തിരുവണ്ണാമലൈ എന്ന് പറയുന്ന ക്ഷേത്രം, അഗ്നിസ്തംഭ രൂപത്തിൽ. അതുകൊണ്ടാണ് അരുണാചലം എന്ന ആ ക്ഷേത്രം പ്രസിദ്ധമായത്. ശിവപുരാണ കഥയിൽ ഇതൊരു ആധാരമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പരമേശ്വരൻ്റെ ആവിർഭാവം തിരുവാതിരയ്ക്കും, പരമേശ്വരനെ വിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് പൂജിച്ചു, ഭഗവാൻ പ്രത്യക്ഷനായി ദർശനം കൊടുത്തു. ആ ദർശനം കൊടുത്ത ദിവസമാണ് ശിവരാത്രി. അങ്ങനെ ഈ സുദിനത്തിൽ നിങ്ങൾ എന്നെ പൂജിച്ചതുകൊണ്ട് ഇനി മുതൽ ഈ ദിനം ശിവരാത്രി എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയാണ് ശിവ ആരാധനം എന്നത് ഭഗവാന്റെ ഉപദേശപ്രകാരം ശിവരാത്രി ദിനത്തിൽ കൊണ്ടാടപ്പെടുന്നത്. ശിവരാത്രി എന്നത് പലരും പല കഥയും പറയുന്നുണ്ട്. ഭഗവാൻ പരമേശ്വരൻ വിഷം പാനം ചെയ്ത ദിനമാണ്, അതുകൊണ്ട് രാത്രി ഉറക്കമില്ലാതെ ഇരിക്കണം, വിഷപാനം കടിയേറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ശിവനെ ചുറ്റി വളഞ്ഞിരുന്ന് നാമകീർത്തനാദികൾ ചെയ്തു എന്നൊക്കെ പലരും കാരണം പറയുന്നുണ്ട്. പക്ഷെ അതിന് ആധാരമുണ്ടോ ചോദിച്ചാൽ അറിയില്ല. ഇത് ശിവപുരാണത്തിലുള്ളൊരു കഥയാണ്.